ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് നമ്മുടെ ഫോർത്ത് സെമ്മിൻ്റെ കെമിസ്ട്രിയുടെ സെക്കൻഡ് യൂണിറ്റ്, അതായത് നാനോ കെമിസ്ട്രി എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ ബാക്കി യൂണിറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നാനോ കെമിസ്ട്രിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നാനോ കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാമായിരിക്കും അല്ലേ. നാനോ സൈസിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ഏതെങ്കിലും പോർഷനിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നോട്ട് എഴുതിപ്പോയാൽ മതി. അപ്പോൾ ഡൗട്ടോടു കൂടി നിങ്ങൾ നോട്ട് എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ നോട്ട് എഴുതി വെക്കുക. ഇൻ റീസെൻറ്റ് ഇയേഴ്സ്, nanotechnology has become one of the most important and exciting forefront fields in physics, chemistry, engineering and biology. It shows great promise for providing us in the near future with many breakthroughs. It will change the direction of the technological advances in a wide range of applications. അതായത് നമ്മൾ കുറേ നാളായിട്ട്, അതായത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ ഫിസിക്സ്, കെമിസ്ട്രി, എൻജിനീയറിംഗ്, ബയോളജി എന്നീ മേഖലകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്നതുമായ ഒരു ഫീൽഡാണ് നാനോ ഫീൽഡ് എന്ന് പറയുന്നത്. ഇനിയും വരും വർഷങ്ങളിലാണെങ്കിൽ പോലും ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി വരിക മാത്രമേ ചെയ്യുന്നുള്ളൂ, മറിച്ച് ഒട്ടും കുറഞ്ഞു പോകുന്നതായിട്ട് വരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഈ നാനോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരുപാട് വലുതാണ്. അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നാനോ കെമിസ്ട്രിക്ക് ഇതിന് ഉള്ളത്. Nanotechnology is a design, characterization, production and application of structures, devices and systems by controlling the shape and scale. അതായത് ഇനി എന്താണ് നാനോ ടെക്നോളജി എന്നാണ് പറയുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിവൈസിൻ്റെയൊക്കെ സ്ട്രക്ചർ, അതിൻ്റെ ഷേപ്പും അതിൻ്റെ സ്കെയിലും വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസ് കൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന അതിനെ ക്യാരക്ടറൈസ് ചെയ്യുക, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് അതിന് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് നാനോ സ്കെയിലുള്ള അല്ലെങ്കിൽ നാനോ സൈസിലുള്ള പാർട്ടിക്കിൾസിനെ ഉപയോഗിച്ചുകൊണ്ട് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ആ ടെക്നോളജിനെയാണ് നമ്മൾ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. The transition from microparticles to nanoparticles can lead to a number of changes in physical properties. അതായത് ഒരു പാർട്ടിക്കിളിനെ മൈക്രോ പാർട്ടിക്കിളിൽ നിന്നും, അതായത് നമുക്കിപ്പം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സൈസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മൈക്രോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ പാർട്ടിക്കിൾസിൽ നിന്നും ഈ നാനോ പാർട്ടിക്കിൾസിലേക്ക് നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കുറയ്ക്കുമ്പോൾ അത്രത്തോളം പ്രോപ്പർട്ടീസാണ് അതിന് കിട്ടുന്നത്, അത്രത്തോളം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിന് കിട്ടുന്നുണ്ട്. Two of the major factors in this are the increase in the ratio surface area to volume and size of the particle moving into realm quantum effects predominate. The increase in the surface area to volume ratio, which is a gradual progression as the particle gets smaller, leads to increased dominance of the behavior of atoms on the surface of the particle over that of those in the interior of the particle. This affects both the properties of the particle in isolation and its interaction with other material. അപ്പോൾ അതിന് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒന്ന്, അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടുന്നു, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഒരു കല്ല്, സപ്പോസ് ഇപ്പോൾ ഒരു കല്ലെടുക്കുക. അപ്പോൾ ആ കല്ല് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കല്ലാണ്. നമ്മളതിനെ പൊട്ടിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ സർഫസ് ഏരിയ കൂടും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. മൈക്രോ പാർട്ടിക്കിൾസിൽ നിന്നും നാനോ പാർട്ടിക്കിൾസിലേക്ക് അതിൻ്റെ സൈസ് കുറച്ച് വരുമ്പോഴേക്കും അതിൻ്റെ സർഫസ് ഏരിയ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ സർഫസ് ഏരിയ കൂടുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റു മെറ്റീരിയൽസിനോട് റിയാക്ട് ചെയ്യാനുള്ള ഏരിയ കൂടുക എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം മെറ്റീരിയൽസുമായിട്ട് അത്രത്തോളം റിയാക്ഷൻസ് അവിടെ പോസിബിളാണ്. അതുകൊണ്ട് അതിൻ്റെ സർഫസ് ഏരിയ കൂടുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനിയും രണ്ടാമത്തെ ഒരു ഫാക്ടറായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ മൂവിങ് ഇൻ ടു ദ റിലം ക്വാണ്ടം ഇഫക്റ്റ് പ്രിഡോമിനേറ്റ്. അതായത് സൈസ് കുറയുന്നതിനനുസരിച്ച് തന്നെ ക്വാണ്ടം ഇഫക്ട്സ് ഒരുപാട് കൂടുന്നുണ്ട്. വലിയ സൈസിലുള്ള പാർട്ടിക്കിൾസിന് ക്വാണ്ടം ഇഫക്ട്സ് അത്രയും ഉണ്ടാവില്ല, ബട്ട് ചെറിയ സൈസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ക്വാണ്ടം ഇഫക്ട്സ് കൂടുന്നു.
അപ്പോൾ ഈ മെയിനായിട്ട് നമ്മൾ ഈ രണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാനോ മെറ്റീരിയൽസിന് കൂടുതൽ ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. Nanomaterials are structured at the nanoscale. 1 nanometer is equal to 10 raised to minus 9 meter, a scale comparable to that of atoms and molecules. Nanomaterials are developed to exhibit novel characteristics compared to the same material without nanoscale features such as increased strength, chemical reactivity, conductivity, etc. അപ്പോൾ നാനോ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് തീർച്ചയായിട്ടും നമ്മൾ മെൻഷൻ ചെയ്യണം. 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10 റേസ് ടു മൈനസ് 9 മീറ്റർ ആണ്. അപ്പോൾ അത്രത്തോളം ചെറിയ ലെവലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇത്രയും ചെറിയ സൈസിൽ ഫോം ചെയ്യുന്ന നാനോ പാർട്ടിക്കിൾസിന് വളരെയധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. മറ്റു മെറ്റീരിയൽസിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും, അതായത് മറ്റ് നോർമലായിട്ടിരിക്കുന്ന മെറ്റീരിയൽസിനെ വെച്ച് നമ്മുടെ നാനോ മെറ്റീരിയൽസിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സ്ട്രെങ്ത്ത്, കെമിക്കൽ റിയാക്ടിവിറ്റി, കണ്ടക്ടിവിറ്റി എല്ലാം വളരെയധികം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു കണ്ടക്ടിവിറ്റിയും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന് വരിക. നാനോ പാർട്ടിക്കിൾസ് ക്യാൻ കംപ്രസ് എ റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് morphologies including nanotubes, nanowires, nanofibers, nanodots, etc. The material have been applications in the wide range of industries including electronics, pharmaceuticals, polishing, catalysis, and in the next few years we will see the dramatic increase in these industrial generation and use nanoparticles. നാനോ പാർട്ടിക്കിൾസിനെ നമുക്ക് പല രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇവ നാനോ ട്യൂബ്സ് ആക്കി മാറ്റാം, നാനോ വയേഴ്സ്, നാനോ ഫൈബേഴ്സ്, നാനോ ഡോട്ട്സ് എന്നിങ്ങനെ പല മോർഫോളജിക്കൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് നാനോ പാർട്ടിക്കിൾസിനെ കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. കൂടാതെ ഈ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പല ഇൻഡസ്ട്രീസിൽ വരുന്നുണ്ട്. ഇലക്ട്രോണിക്സിലാണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽസ്, കെറ്റാലിസിസ്, പോളിഷിംഗ് ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രികളിലും നമ്മൾ ഈ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഉപയോഗം കണ്ടുവരുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിലും ഇതിൻ്റെ ഉപയോഗം ഒരുപാട് കൂടുതലായിട്ട് വരും എന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. കാരണം അത്രത്തോളം ആപ്ലിക്കേഷൻസും അത്രത്തോളം ഫീച്ചേഴ്സുമാണ് നമ്മൾ ഈ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ മെറ്റീരിയലിന് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരിക്കലും കുറഞ്ഞു പോകില്ല, മറിച്ച് ഒരുപാട് കൂടി വരുള്ളൂ എന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് ഇൻഡസ്ട്രികളിൽ നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ അതിൻ്റെ ഉപയോഗം ഒരുപാട് കൂടും എന്നാണ് പറയുന്നത്. Classification based on the nanoscale dimensionality. Based on the number of dimensions which lie within the nanoscale, nanomaterials can be classified into 3 categories. അതായത് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ്റെ ബേസിൽ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് നാനോ പാർട്ടിക്കിൾസിനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നാനോ സിസ്റ്റംസ് കൺഫൈൻഡ് 1 ഡയമെൻഷൻ. അതിനെ നമ്മൾ നാനോ ലെയേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് നാനോ സിസ്റ്റത്തിനെ നമ്മൾ 1D ആയിട്ട് 1 ഡയമെൻഷനിലാണ് വെക്കുന്നതെങ്കിൽ നമ്മളതിനെ നാനോ ലെയേഴ്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. അതായത് ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രം നാനോ പാർട്ടിക്കിളുള്ളൂ. These are the materials that have 1 dimension in the nanoscale but are extended in the other 2 dimensions. These includes thin films and surface coating with thickness in the nanoscale. അതായത് ഇതിനകത്ത് ഒരു ഡയമെൻഷനിൽ മാത്രം, നാനോ സ്കെയിലിൽ തന്നെ 1 ഡയമെൻഷനിലായിരിക്കും നമ്മൾ ഈ സിസ്റ്റത്തിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ അതിന് എക്സാമ്പിൾസ് ആണ് നാനോ ലെയേഴ്സ്. അതായത് വളരെ തിൻ ഫിലിംസ് ആയിട്ട് നമ്മൾ നാനോ മെറ്റീരിയൽസ് കൊണ്ടിട്ട് ഒരു ചെറിയൊരു തിൻ ഫിലിം കൊടുക്കുക, സർഫസ് കോട്ടിങ് കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ ഈ നാനോ ലെയേഴ്സിൽ അല്ലെങ്കിൽ 1 ഡയമെൻഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട് സെമി കോട്ടിംഗ്, തിൻ ഫിലിംസ് ഇൻ ഇലക്ട്രോണിക്സ്, നാനോ ക്ലേസ്, എക്സെട്ര. Nanotubes are extended tubular nanostructures. Example, carbon nanotubes. The most important among them are extended cylindrical to rolled graphite sheet with hexagonal lattice. അതിൽ തന്നെ നമ്മൾ നാനോ ട്യൂബുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നാനോ ട്യൂബുകളിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു എക്സാമ്പിളാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയും. അതായത് ഫുൾ കാർബൺ ആയിരിക്കും, ഫുൾ കാർബണിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതിനൊരു വൺ ഡയമെൻഷനിലായിട്ടായിരിക്കും നമ്മളതിനെ പ്ലേസ് ചെയ്തേക്കുക. അപ്പോൾ കാർബൺ നാനോ ട്യൂബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സിലിണ്ട്രിക്കൽ ഫോമിലായിരിക്കും നമുക്കതിനെ കാണാൻ പറ്റുക. അപ്പോൾ അതിങ്ങനെ ഒരു ലെയറായിട്ട് 1 ഡയമെൻഷനിലായിട്ട് ജസ്റ്റ് ഒരു ലെയറായിട്ട് ഇങ്ങനെ കാർബണിൻ്റെ ഫുൾ നാനോ പാർട്ടിക്കിൾസ് ഒരു ഹെക്സഗണൽ ഷേപ്പിൽ, ഹെക്സഗണൽ ലാറ്റിസ് ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. ഞാനിത് കഴിയുമ്പോൾ കാർബൺ നാനോ ട്യൂബിൻ്റെ ഒരു ഫോട്ടോ കൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ കാർബൺ നാനോ ട്യൂബ് എന്താണെന്നുള്ളത് മനസ്സിലാവും. These are 2 types of carbon nanotubes, single walled or multi walled. അപ്പം 2 തരത്തിലുള്ള കാർബൺ നാനോ ട്യൂബുകൾ നമുക്ക് അവൈലബിൾ ആണ്. സിംഗിൾ വോൾഡും ഉണ്ട്, മൾട്ടി വോൾഡും ഉണ്ട്. അപ്പം ഈ 1 ഡയമെൻഷണൽ നാനോ സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് സിംഗിൾ വോൾഡാണ്. അതായത് ഒരൊറ്റ ലെയറിൽ മാത്രമായിരിക്കും
കാർബൺ നാനോ ട്യൂബ് ഇരിക്കുക. അതല്ലാതെ മൾട്ടി വോൾഡും ഉണ്ട്, അതായത് ഒന്നിലധികം ലെയറുകൾ വരുന്നതുമുണ്ട്. അതിനകത്ത് നമുക്കൊരു നമ്മളൊരു കേജ് മാതിരിയൊക്കെ തോന്നുന്ന രീതിയിലായിരിക്കും മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഇരിക്കുന്നത്. ഇനിയും രണ്ടാമത്തെ കാറ്റഗറിയാണ് നാനോ സിസ്റ്റംസ് കൺഫൈൻഡ് ഇൻ 2 ഡയമെൻഷനൽസ് നാനോ വയേഴ്സ് ആൻഡ് നാനോ ട്യൂബ്സ്. അതായത് 2 ഡയമെൻഷനിലായിട്ട് ഇരിക്കുന്നത്. അതിന് നാനോ വയേഴ്സും നാനോ ട്യൂബ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. These are the materials that have 2 dimension in nanoscale but are extended in other 1 dimension. Examples are semiconductors, nanowires made up of silicon, gallium nitride, indium phosphate, etc. അതായത് ഇത് നാനോസ്കെയിലിൽ 2 ഡയമെൻഷനിലായിട്ടായിരിക്കും ഈ ഒരു മെറ്റീരിയൽ ഇരിക്കുക. അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് നമ്മൾ സിലിക്കോൺ, പിന്നെ ഗാലിയം നൈട്രൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ് പോലെയുള്ള നാനോ മെറ്റീരിയൽസ് കൊണ്ട് അല്ലെങ്കിൽ നാനോ വയേഴ്സ് കൊണ്ട് ഉപയോഗിച്ച് വരുന്ന സെമി കണ്ടക്ടേഴ്സ് എന്താണ് 2 ഡയമെൻഷണൽ നാനോ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, നാനോ വയേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ഇലക്ട്രോണിക്, ഒപ്റ്റിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ദാറ്റ് work a variety of applications including electronic sensors, optical components and displays, polymer nanocomposites and actuated devices. അതായത് നമ്മൾ നാനോ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ആ ഫൈനൽ പ്രോഡക്റ്റിന് പല പ്രോപ്പർട്ടീസും വരാറുണ്ട്. ചിലതിന് ഇലക്ട്രോണിക് പ്രോപ്പർട്ടി ആയിരിക്കും, ചിലതിന് ഒപ്റ്റിക്കൽ ആയിരിക്കും, ചിലതിന് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. അങ്ങനെ പല മേഖലയിൽ പല പ്രോപ്പർട്ടീസ് ഇതിന് എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഒൺലി. ഇനിയും അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നാനോ സിസ്റ്റംസ് കൺഫൈൻഡ് ഇൻ 3 ഡയമെൻഷണൽ നാനോ പാർട്ടിക്കിൾസ്. അതായത് 3 ഡയമെൻഷനിലായിട്ടിരിക്കുന്ന നാനോ സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന്. These are nanoparticles that have all the 3 dimensions in the nanoscale. These nanoparticles include metal and metal oxides, nanopowders, quantum dots, several other nanostructured materials like fullerenes and dendrimates. അപ്പോൾ ഇതിനകത്ത് 3 ഡയമെൻഷനിലുമായിട്ട് ഒക്കുപ്പൈ ചെയ്യുന്ന നാനോ സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയുക. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ക്വാണ്ടം ഡോട്ട്സ് ഉണ്ട്, നാനോ പൗഡേഴ്സ് ഉണ്ട്, മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ളറീൻസ് എന്നും ഡെൻഡ്രിമേഴ്സ് എന്നും പറയുന്ന നാനോ മെറ്റീരിയൽസ് എല്ലാം തന്നെ 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ. നമുക്ക് 3D, 1D, 2D ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനോടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3D എന്ന് പറയുമ്പോൾ നാനോ പൗഡേഴ്സ് 3 ഡയമെൻഷനിലായിട്ടായിരിക്കും, ഇസഡ് ആക്സസിലായിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. 2D എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ, XY അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം. അതിന് നാനോ ട്യൂബ്സും നാനോ വയേഴ്സും എക്സാമ്പിളാണ്. പിന്നെ 1Dയിലേക്ക് പോകുമ്പോൾ നാനോ ക്ലേസ് ആണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ജസ്റ്റ് ഒരൊറ്റ ലെയറായിട്ട് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് 3ആണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് വൈ ഈസ് നാനോ ടെക്നോളജി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് നാനോ ടെക്നോളജിക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കിട്ടാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. Many benefits of nanotechnology depends on the fact that it's possible to tailor the structure of materials at extremely small scales to achieve specific properties. Using nanotechnology, materials can effectively be made stronger, lighter, more durable, more reactive, more sleeve-like, or better electrical conductors. Among many other traits, many everyday commercial products are currently on the market and in daily use that rely on nanoscale material and processes. അപ്പം ഈ നാനോ ടെക്നോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കതിനെ പല ഷേപ്പിൽ ടൈലർ ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ടുന്ന, അതായത് ഈ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സൈസ് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല ഷേപ്പിലേക്ക് നമുക്കതിനെ ടൈലർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആണ്. അപ്പം പല സ്കെയിലിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ നാനോ റേഞ്ചിൽ തന്നെ പല റേഞ്ച് വരും. അപ്പോൾ അത് അങ്ങനെ ഓരോ റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴും എന്താണ്, ആ പല റേഞ്ചിൽ വരുന്ന നാനോ മെറ്റീരിയൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് നമുക്ക് പല ആപ്ലിക്കേഷൻസിനകത്ത് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടൈലർ ചെയ്തെടുക്കാൻ പറ്റും. ടൈലർ ചെയ്യാന്ന് വെച്ചാൽ നമുക്കതിനെ വേണ്ട രീതിയിൽ നമുക്ക് ഫീസിബിളായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഷേപ്പ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയധികം ആപ്ലിക്കേഷൻസും വരുന്നത്. മറ്റുള്ള നോർമൽ മെറ്റീരിയലിനെ വെച്ച് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് നോർമൽ മെറ്റീരിയൽ നമ്മൾ അവിടെ ഒരു നാനോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മേ ബി ആ മെറ്റീരിയലോ ഒന്നെങ്കിൽ പഴയതിനേക്കഴിഞ്ഞും സ്ട്രോങ്ങർ ആവാം, ലൈറ്റർ ആവാം, ഡ്യൂറബിൾ ആവാം, റിയാക്ടിവിറ്റി കുറഞ്ഞതാകാം, സ്റ്റെബിലിറ്റി കൂടിയതാവാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ തന്നെ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ലൈറ്റ് വെയ്റ്റ് സാധനങ്ങളും എന്താണ്, പണ്ട് നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു, പക്ഷേ ഇന്ന് അത് ലൈറ്റ് വെയ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന നാനോ മെറ്റീരിയൽസാണ്. നാനോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും കൂടുതൽ നല്ല സ്ട്രെങ്ത്തും കിട്ടും, കൂടുതൽ കാലം അതിനെ ഉപയോഗിക്കാനായിട്ടും പറ്റും, സ്ട്രെങ്ത്തും ആയാലും ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ അതിനെന്താ
ലൈറ്റ് വെയിറ്റ് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈറ്റ് വെയിറ്റ്. ഒരുപാട് ഭാരമുള്ള സാധനങ്ങളൊന്നും നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, അല്ലേ? മൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കുറച്ച് നാൾ മുന്നേ വരെയുള്ള മൊബൈലുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു, അല്ല, ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ള ഒരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല മൊബൈൽസ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ളിൽ ഉപയോഗിച്ച് വരുന്ന പലതിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം അവിടെ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്തു. അപ്പം കൂടുതൽ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്, കൂടുതൽ കുറേ നാളത്തേക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള മൊബൈലുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, നമുക്ക് മടക്കാൻ പറ്റുന്നത്. അതിനെല്ലാം കാരണം ഈ നാനോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും അതിന് കിട്ടുന്നുണ്ട്. Nanoscale additives to or surface treatments of fabrics can provide lightweight, ballistic energy reflection in personal body armor and also can resist wrinkling, staining and bacterial growth. പിന്നെ എന്താ പറയുക, കുറച്ച് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതായത് അങ്ങനെയുള്ള ബാക്ടീരിയൽ ആയിട്ടുള്ള പ്രോബ്ലംസോ സ്റ്റെയിനിങ്, കളറാവോ, റിങ്കിളിങ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഈ നാനോ മെറ്റീരിയൽസിന് ഉണ്ടാവുന്നില്ല. കുറച്ച് സ്റ്റെബിലിറ്റി കൂടുതലാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊരു ചാർട്ട് പോലെ പറയുന്നുണ്ട്. ഇന്നോവേറ്റീവ് ആപ്ലിക്കേഷൻസ്, എനർജി, മെഡിസിൻ ആൻഡ് ഡ്രഗ്സ്, നാനോ ടെക്നോളജി, നാനോ ഡിവൈസസ്, ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ്, ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, ബയോ എഞ്ചിനീയറിംഗ്, കൊമേഴ്സ്, നാനോ ഫാബ്രിക്സ്, അങ്ങനെ പലയിടത്തും ഈ നാനോ മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം ഓരോന്നിലും വരുന്ന ആപ്ലിക്കേഷൻസ് നമുക്കങ്ങനെ ഡീപ്പായിട്ട് പഠിക്കാനില്ല, ബട്ട് ഇത്രത്തോളം ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആവശ്യമുള്ളത് നമുക്ക് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. ക്ലിയർ നാനോസ്കെയിൽ films on eyeglasses, computer and camera displays, windows and other surfaces can make them water and residue repellent, anti-reflective, self-cleansing, resistant to ultraviolet or infrared light, anti-fog, antimicrobial, scratch resistant or electrically conductive. അതായത് നമ്മളിപ്പം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ഐ ഗ്ലാസസ്, ക്യാമറാസിനൊക്കെ ഡിസ്പ്ലേയിൽ നമ്മൾ ഈ നാനോ മെറ്റീരിയലിൻ്റെ ഒരു ചെറിയൊരു ഫിലിം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ചെറിയൊരു ലെയറിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ പല ബെനിഫിറ്റ്സാണ് നമുക്ക് ഉണ്ടാവുന്നത്. വാട്ടർ ആൻഡ് റെസിഡ്യൂ റിപ്പല്ലൻ്റ് ആവും, അതുപോലെ തന്നെ ആൻറ്റി റിഫ്ലക്റ്റീവ് ആവും. പിന്നെ അത് സ്വയം ക്ലീൻ ചെയ്തിരിക്കും, കാരണം ഡയറക്റ്റ് അതിൻ്റെ സ്ക്രീനിലേക്കൊന്നും ആവില്ല, ഈ ഒരു ലെയറിലായിരിക്കും പറ്റിപ്പിടിക്കുക. പിന്നെ ഇൻഫ്രാറെഡ് UV റേസിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഉപയോഗിക്കുന്ന നമുക്കും കുറച്ചൊക്കെ സൈഡ് എഫക്ട്സ് അതുവഴി ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫോഗൊന്നും ഉണ്ടാവില്ല, മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അതിന് എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Nano engineering of enzymes is aiming to enable conversion of cellulose from wood chips, corn stalks, anti-fertilized perennial grasses etc. into ethanol for fuel. അതായത് നമ്മൾ ഈ സെല്ലുലോസിൽ നിന്നും നമ്മൾ, അതായത് വുഡ് ചിപ്സിൽ നിന്നോ കോൺ സ്റ്റോക്സിൽ നിന്ന്, അതായത് മെയിൻലി ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നും നമ്മൾ എടുക്കുന്ന സെല്ലുലോസിനെ നമുക്ക് ഇത്തനോളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സെല്ലുലോസിൽ നിന്നും ഇത്തനോൾ ഫോം ചെയ്ത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതിനകത്ത് നമ്മൾ മെയിനായിട്ടും നാനോ ടെക്നോളജി വഴി സിന്തസൈസ് ചെയ്തെടുത്തിരിക്കുന്ന എൻസൈംസിനെ ആയിരിക്കും ഉപയോഗിക്കുക. Cellulosic nanomaterials have demonstrated potential applications in a wide array of industrial sectors including electronics, construction, packing, food, energy, healthcare, automotive and defense. Cellulosic nanomaterials are projected to be less expensive than many other nanomaterials and among other characteristics taught an impressive strength to weight ratio. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സെല്ലുലോസ്റ്റിക് നാനോ മെറ്റീരിയൽസിന് പല ആപ്ലിക്കേഷൻസുകൾ ഉണ്ടാകും. മറ്റ് നോർമലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല ആപ്ലിക്കേഷൻസിനും ഇതിന് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും, ലെസ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൊരു പ്രോസസ്സും കൂടിയായിരിക്കും ഇത്. Nano engineered materials in automotive products include high power rechargeable battery system, thermoelectric materials for temperature control, tires with lower rolling resistance, high efficiency or low cost sensors and electronics, thin film smart solar panels and fuel additives for cleaner exhaust and extended range. പിന്നെ ഇപ്പം നമ്മൾ നാനോ ടെക്നോളജി വഴി പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഓട്ടോമോട്ടീവ് പ്രൊഡക്ട്സ്, അതായത് വെഹിക്കിൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ റീചാർജബിൾ ബാറ്ററി സിസ്റ്റംസിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടാക്കാൻ സാധിക്കും. റെസിസ്റ്റൻസ് കുറവുള്ള രീതിയിലുള്ളത്, കൂടിയതുള്ള രീതിയിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ്, ലോ കോസ്റ്റ് സെൻസേഴ്സ്,
പിന്നെ ഇലക്ട്രോണിക് പ്രോഡക്ട്സ്, സോളാർ പാനൽസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നാനോ ടെക്നോളജി വഴി കുറച്ചുകൂടെ നോർമലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി, ഹൈ എഫിഷ്യൻസി ഉള്ള പ്രൊഡക്ട്സിനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. Nanostructured ceramic coating exhibit much greater toughness and conventional wear-resistant coating for machined parts. Nanotechnology enable lubricants and engine oils also significantly reduce wear and tear, which can significantly extend the lifetimes of the moving parts in every from the power tools to industrial machinery. പിന്നെ നമ്മൾ മെഷീൻ പാർട്സിലൊക്കെ ഈ നാനോ ടെക്നോളജി വഴി പ്രിപ്പയർ ചെയ്തെടുത്ത സെറാമിക് കോട്ടിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ മെഷീൻ പാർട്സിനൊക്കെ കുറച്ചുകൂടെയൊക്കെ ഡ്യൂറബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. ഇപ്പം മൂവ് ചെയ്യുന്ന പാർട്സൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഇതുപോലെയുള്ള ഈ നാനോ ടെക്നോളജി വഴി തന്നെ പ്രിപ്പയർ ചെയ്തെടുത്ത എൻജിൻ ഓയിൽസോ ലൂബ്രിക്കൻസോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കൂടും. അതായത് മൂവിങ് പാർട്സ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് അതിന് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് കൃത്യമായ രീതിയിലുള്ള ലൂബ്രിക്കൻസൊന്നും നമ്മൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കുറേ നാൾ കഴിയുമ്പോൾ അത് സ്റ്റക്കായി നിൽക്കും, വർക്ക് ചെയ്യാണ്ടൊക്കെയോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നാനോ ടെക്നോളജി വഴി തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഓയിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറേ നാളുകൾ അത് ഓടും, യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല, വളരെ സ്മൂത്തായിട്ട് മെഷീൻസൊക്കെ മൂവ് ആയിക്കോളും. ഇനിയും nanoscale materials are also being incorporated into a variety of personal care products to improve performance. Nanoscale titanium dioxide and zinc oxide have been used for years in sunscreen to provide protection from the sun while appearing invisible on the skin. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല കോസ്മെറ്റിക് പ്രൊഡക്ട്സിനകത്തും ഈ നാനോ മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പം സൺസ്ക്രീൻ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ സൺസ്ക്രീൻ്റെ കേസാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനകത്ത് ടിറ്റാനിയം ഡയോക്സൈഡും സിങ്ക് ഓക്സൈഡിൻ്റെയും നാനോ പാർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ഇഫക്റ്റ് നമുക്ക് തരും. അതായത് സണ്ണിനകത്തു നിന്ന് വരുന്ന ഡയറക്റ്റ് UV റേസിനെ അത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഫേസിലേക്ക് അടിക്കാനായിട്ട് അതിനെ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീമിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് അങ്ങനെ ഒരു ക്രീം ഉണ്ട് എന്നുള്ളത് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം കാണുന്നവർക്ക് ക്രീം അപ്ലൈ ചെയ്തു എന്ന് മനസ്സിലാവത്തില്ല, പക്ഷേ സൺസ്ക്രീൻ ഇഫക്റ്റ് അത് തരികയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 നാനോ മെറ്റീരിയലാണ് ടിറ്റാനിയം ഡയോക്സൈഡും സിങ്ക് ഡയോക്സൈഡും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ നാനോ ടെക്നോളജി ഉപയോഗിക്കുന്നു, അതിൻ്റെ എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ ഓരോ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് അവർ പറയുന്നത് നാനോ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസിനെ നമുക്ക് എങ്ങനെ സിന്തസൈസ് ചെയ്ത് എടുക്കാമെന്ന്. In general, top down and bottom up are the 2 main approaches for nanomaterial synthesis. ജനറലായിട്ട് നമ്മൾ നാനോ മെറ്റീരിയൽ സിന്തസിസിന് വേണ്ടിയിട്ട് 2 അപ്രോച്ചുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ചും മറ്റേത് ബോട്ടം അപ്പ് അപ്രോച്ചും. ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സൈസ് റിഡക്ഷൻ ഫ്രം ബൾക്ക് മെറ്റീരിയൽസ്, അതായത് വലിയ മെറ്റീരിയൽസിൽ നിന്നും അതിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ബോട്ടം അപ്പ് അപ്രോച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മെറ്റീരിയൽ സിന്തസിസ് ഫ്രം ആറ്റോമിക് ലെവൽ, അതിൻ്റെ ആറ്റോമിക് ലെവലിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയലിനെ സിന്തസൈസ് ചെയ്ത് എടുക്കുന്നത്. അപ്പം 2 അപ്രോച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് നാനോ മെറ്റീരിയലിനെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നത്. ഒന്ന് ടോപ്പ് ഡൗണും ഒന്ന് ബോട്ടം അപ്പും. Top down routes are included in the typical solid state processing of the material. This route is based with the bulk material and make it smaller, thus breaking up larger particles by the use of physical processes like crushing, milling or grinding. Usually this routing is not suitable for preparing uniform shape material, and it is very difficult to realize very small particles even with high energy consumption. The biggest problem with top down approach is the imperfection of the surface structures. Such imperfections would have significant impact on the physical properties and surface chemistry of nanostructures and nanomaterials. It is well known that the conventional top-down technique can use significant crystallographic damage to the processed pattern. ഇപ്പോൾ ടോപ്പ് ഡൗൺ വഴി നമ്മളെപ്പോഴും സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റീരിയൽസിനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെറ്റീരിയലിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് സ്മോളർ മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പല ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള അല്ലെങ്കിൽ വലിയ മെറ്റീരിയലിനെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ പ്രോസസ്സാണ് ക്രഷിങ്, മില്ലിങ് ഓർ ഗ്രൈൻഡിങ്. ഒന്നെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുക, പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ മില്ല് ചെയ്തെടുക്കുക,
നമ്മൾ കുറച്ചുകൂടി ചെറിയ പാർട്ടിക്കിൾസ് ആക്കുക അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പക്ഷേ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ടോപ്പ് ഡൗൺ അപ്രോച്ച് വഴി നാനോ മെറ്റീരിയൽസിനെ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പാർട്ടിക്കിൾസിനൊക്കെ സൈസ് യൂണിഫോം ആയിരിക്കില്ല. അതായത് പല സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും കിട്ടുക. കൂടാതെ അതിൻ്റെ സർഫസിന് കുറേ ഡാമേജസ് ഒക്കെ സംഭവിക്കും. ഇപ്പം നമ്മളിപ്പോൾ സർഫസ് കെമിസ്ട്രി, ഇപ്പം സർഫസിലാണല്ലോ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുക. അപ്പം സർഫസിനൊരു ഇംപെർഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ എഫക്റ്റ് ചെയ്യുവാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അപ്രോച്ച് വഴി പ്രിപ്പയർ ചെയ്തെടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സർഫസ് ഇംപെർഫെക്ഷൻസ് കാണും. അതുപോലെ അതിൻ്റെ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും. യൂണിഫോം സൈസുള്ള പാർട്ടിക്കിൾസിനെ ആയിരിക്കില്ല നമുക്കവിടെ കിട്ടുന്നത്. ഇനി ബോട്ടം അപ്പ് അപ്രോച്ച് റെഫേഴ്സ് ടു ദ ബിൽഡിംഗ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ ഫ്രം ദ ബോട്ടം, ആറ്റം ബൈ ആറ്റം, മോളിക്യൂൾ ബൈ മോളിക്യൂൾ ഓർ ക്ലസ്റ്റർ ബൈ ക്ലസ്റ്റർ. This route is more often used for preparing most of the nanoscale materials with the ability to generate a uniform size, shape and distribution. It effectively covers chemical synthesis and precisely controls the reaction to inhibit further particles growth. Although the bottom-up approach is nothing new, it plays an important role in the fabrication and processing of the nanostructures and nanomaterials. അതായത് ഇപ്പം ബോട്ടം അപ്പ് മെത്തേഡ് വഴിയാണെങ്കിൽ നമ്മൾ ആറ്റം ബൈ ആറ്റം, മോളിക്യൂൾ ബൈ മോളിക്യൂൾ, ക്ലസ്റ്റർ ബൈ ക്ലസ്റ്റർ, കാരണം ബേസിക് ലെവലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സിന്തസൈസ് ചെയ്ത് എടുക്കുന്നതാണ്. അതായത് ഓരോ ആറ്റങ്ങളായിട്ട് വെക്കുക, മോളിക്യൂളായിട്ട് വെക്കുക, അങ്ങനെ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുക, അങ്ങനെ. അപ്പോൾ ബോട്ടം അപ്പ് വഴി പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽസിന് യൂണിഫോം സൈസിൽ നമുക്ക് കിട്ടും, യൂണിഫോം ഷേപ്പ് ആയിരിക്കും, ആൻഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്രം ബേസിക് ലെവലിൽ നിന്നും അല്ലെങ്കിൽ വെരി ബോട്ടത്തിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ആറ്റങ്ങളായിട്ട് വെക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇംപെർഫെക്ഷനും അതോടുകൂടി തന്നെ പോകും. പിന്നെ ഇതുവഴി ബോട്ടം അപ്പ് അപ്രോച്ച് വഴി നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്ന മറ്റീരിയൽസിന് നമ്മൾ ആ കൺട്രോൾഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം അതിനുള്ളിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കൺട്രോൾഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും കൊടുക്കാൻ പറ്റുക. ആൻഡ് ഈ ഒരു നാനോ സ്ട്രക്ചേഴ്സും നാനോ മെറ്റീരിയൽസും ഒക്കെ ഫാബ്രിക്കേഷൻ നടത്തുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിച്ച് വരുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് തന്നെയാണ്. ടോപ്പ് ഡൗണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് ബോട്ടം അപ്പ് തന്നെയാണ്. കാരണം അതിനകത്ത് യൂണിഫോം സൈസ്, ഷേപ്പ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുള്ള പാർട്ടിക്കിൾസിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് കൺട്രോളബിൾ റിയാക്ഷൻസ് മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. Synthesis of nanomaterials to have a better control over the particle size, distribution, morphology, purity, quality and quantity by employing environmental friendly economical processes that always been a challenge for the researchers. അപ്പോൾ നാനോ പാർട്ടിക്കിൾസിനെ സിന്തസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. കാരണം അതിനെ സിന്തസൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കണം. അതിൻ്റെ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം, മോർഫോളജി, പ്യൂരിറ്റി, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസിനെ സിന്തസൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ MSc ടൈമിൽ എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിൾ സിന്തസിസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റ്സ്, കുറേ റിയാക്ഷൻസ് നടത്തിയാൽ പോലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നാനോ പാർട്ടിക്കിൾസിനെ കിട്ടത്തില്ല. മെയിനായിട്ട് നമ്മൾ അതിൻ്റെ സൈസും പ്രോപ്പർട്ടീസുമാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ കുറേ റിയാക്ഷൻ നടത്തി പല കണ്ടീഷൻസ് മാറ്റി അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിനെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സിന്തസിസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കഷ്ടപ്പെട്ട് മാത്രമേ നമുക്കതിനെ സിന്തസൈസ് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറേ മെത്തേഡ്സാണ് പഠിക്കാനായിട്ടുള്ളത്. എങ്ങനെയാണ് ഓരോ മെത്തേഡിലും ഓരോ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നാനോ മെറ്റീരിയൽസിനെ സിന്തസൈസ് ചെയ്യുന്നുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ പഠിക്കാം. ഇതുവരെയുള്ള കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അതിനുശേഷം നോട്ട് എഴുതിക്കോളൂ. താങ്ക് യു.